ഓം നമോ നാരായണായ. രാക്ഷസൻ അട്ടഹസിച്ചുകൊണ്ട് കോപത്തോടെ ചോദിച്ചു, ദുഷ്ടജന്തുക്കളുള്ള ഈ വൻകാട്ടിൽ ഒരു ഭയവുമില്ലാതെ രണ്ടു ബാലന്മാരായ നിങ്ങൾ മുനിവേഷത്തോടെ ഒരു മനോഹരിയായ നാരിയോടുകൂടി നിൽക്കുന്നതെന്തു കാരണം? ശ്രീരാമൻ തങ്ങളുടെ നാമങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, രക്ഷോജാതികളായ നിങ്ങളെ പോലുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ ജനക നിയോഗമുണ്ട്. അപ്പോൾ അതു കേട്ടു കുപിതനായ വിരാതൻ ഒരു വൃക്ഷം പറിച്ചെടുത്ത് ശ്രീരാമന് നേരെ അട്ടഹസിച്ചു ചെന്നു. താൻ ശക്തനായ വിരാതനാണ്. ആ നാരീമണിയെ തനിക്ക് തന്ന് അവരോട് ഓടിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ രാഘവൻ രാക്ഷസന്റെ കൈകൾ അറുത്തു താഴെയിട്ടു. പിന്നീട് പാദങ്ങൾ. എന്നിട്ടും ദർപ്പമടങ്ങുന്നില്ലെന്നു വന്നപ്പോൾ തല തന്നെയറുത്തു താഴെയിട്ടു എന്നരുൾ ചെയ്തു. നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ. ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപതൂണീരബാണ വൽക്കലജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാർ അല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിന ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമൻ എന്നെനിക്കു പേരെന്നുടെ പത്നിയുവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പൂക്കിതു വനാന്തരം ജനക നിയോഗത്താൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവ വാക്യം അട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി. ക്രൂധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ, ശക്തനാം വിരാതൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിലെന്ന ആരറിയാതെയുള്ള ദത്രയും മൂടൻ ഭവാനെന്നിഹ ധരിച്ചേൻ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിൽ എങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ. അല്ലായിലെനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവാൻ ഭവാന്മാരാൽ.
ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്നതി സത്വരം നക്തഞ്ചരൻ അടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ.